എല്ലാവർക്കും അല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. എമ്പുരാൻ, ഡൊമിനിക്, ഹണ്ട്, ഈഡി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് മാഡ് സ്ക്വയർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ സിനിമയുടെ OTT റിലീസ് നാളെയാണ്. നാളെ നെറ്റ്ഫ്ലിക്സിൽ മാഡ് സ്ക്വയർ OTT റിലീസ് ഉണ്ട്. മലയാളം വെർഷൻ നാളെ തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് കള്ളം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ആദിൽ, ജിയോ ബേബി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. നാളെയാണ് കള്ളം സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കുമ്മാട്ടിക്കളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കുമ്മാട്ടിക്കളി. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. നാളെയാണ് കുമ്മാട്ടിക്കളിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു. ഈ സിനിമയുടെ OTT മനോരമ മാക്സ്, ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസത്തിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മെയ് 1-ാം തീയതിയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഭാമകലാപം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പ്രിയാമണിയാണ് സിനിമയിലെ നായിക. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ഏപ്രിൽ മാസം 25-ന് സിംപ്ലി സൗത്തിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. നാളെയാണ് ഭാമകലാപത്തിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മരണമാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് മരണമാസ് സ്വന്തമാക്കിയിരിക്കുന്നത്. ബേസിലാണ് സിനിമയിലെ നായകൻ. ടോവിനോ തോമസ് ആണ് മരണമാസ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കോമഡി മൂവിയാണ് മരണമാസ്. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ബേസിലിന്റെ മരണമാസം എന്ന സിനിമ സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. നേരത്തെ പ്രാവൻകുടി ഷാപ്പും സോണി ലീവാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മെയ് മാസത്തിലാണ് മരണമാസിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എക്സ്ട്രാ ഡീസന്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സുരാജ് വെഞ്ഞാറമൂട് നായകനായ സിനിമയാണ് ED. ഇതൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു. ജനുവരിയിലാണ് ED റിലീസായത്. സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈനാപ്ലൈ ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 26-നാണ് ED സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ കണ്ടത സാറ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇന്ദ്രജിത്ത്, അനൂപ് മേനോൻ, സാബുമോൻ ഇവരാണ് ഞാൻ കണ്ടത സാറ എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും ഞാൻ കണ്ടത സാറ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് 325 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാലാണ് എമ്പുരാനിൽ നായകനായത്. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം 24-ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് എമ്പുരാൻ സിനിമയുടെ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് എമ്പുരാൻ സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസാകും. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും ഇന്ന് തന്നെയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ധീരവീര സൂര്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ധീരവീര സൂര്യൻ സ്വന്തമാക്കിയത്. വിക്രമാണ് സിനിമയിലെ നായകൻ. ഇതൊരു ആക്ഷൻ മൂവിയാണ്. സുരാജ് വെഞ്ഞാറമൂട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ധീരവീര സൂര്യന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 24-ലാണ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ടിന് കാത്തിരിക്കാൻ ആരാധകർക്ക് താല്പര്യമില്ല. കാരണം OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിട്ടും സിനിമ റിലീസാക്കുന്നില്ല. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ട് 2 വീക്കായി. ഭാവനയാണ് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ മൂവിയായിരുന്നു. തിയേറ്ററിലെ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഹണ്ട് സിനിമയുടെ OTT അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മെയ് മാസത്തിൽ ഹണ്ട് സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മെയ് മാസം 1-നായിരിക്കും ഹണ്ട് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഡൊമിനിക് സ്വന്തമാക്കിയത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ
സിനിമയാണ്. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ മെയ് മാസത്തിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മെയ് 1-ാം തീയതി ആയിരിക്കും ഡൊമിനിക് എന്ന സിനിമയുടെ OTT റിലീസ് വരുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം റിലീസുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.